ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സന്യാസിയുടെ വേഷം ധരിച്ചെത്തുന്ന പ്രതാപൻ അമ്പലത്തിലെ ആൽത്തറയിൽ ചെന്നിരിക്കുകയും തുടർന്ന് ഭൂതം ഭാവി വർത്തമാനം എല്ലാം പറയുമെന്നെല്ലാം വിളിച്ചു പറയുന്നത് കേട്ട് ഒരു ദമ്പതികൾ പ്രതാപൻ്റെ അടുത്തേക്ക് കൈ നോക്കാനായിട്ട് ചെല്ലുന്നു. പ്രതാപനാണെങ്കിൽ അവരുടെ കൈ നോക്കി ഊഹിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് പ്രതാപന് നല്ല വിശ്വാസം തോന്നിപ്പോകുന്നു. കണ്ണൻ്റെ ഡ്രൈവറാണ് സുമേഷ് ആണെങ്കിൽ ഈ സന്യാസി അമ്പലത്തിലേക്ക് പോകുന്നത് മുൻപ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുമേഷ് ഇടയ്ക്കിടയ്ക്ക് സന്യാസി ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. ഇതേ സമയം സിദ്ധിയായിട്ടുള്ള അമ്മ വന്നിട്ട് എൻ്റെ കൈ കൂടി നോക്കി ഫലം പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപൻ അമ്മയുടെ കൈയും നോക്കാൻ തുടങ്ങുന്നു. ആ ദമ്പതികളാണെങ്കിൽ 500 രൂപയും കൊടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, നിൽക്ക്, ഈ സന്യാസി എന്നോട് പറയുന്ന കാര്യങ്ങളും ശരിയാണോ എന്ന് നിങ്ങൾ കൂടി അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. തുടർന്ന് അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നും 2 കുട്ടികളുണ്ടെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ, ഞാൻ വിവാഹം കഴിച്ചിട്ടേയില്ല എന്ന് അമ്മ പറയുന്നത് കേട്ട്, എങ്കിൽ പിന്നെ വിവാഹത്തിന് മുൻപ് കുട്ടികൾ ജനിച്ചിട്ടുണ്ടെന്നും പേര് ദോഷം കേൾപ്പിച്ച ആളാണ് അമ്മ എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട്, ഇയാൾ പറയുന്നതെല്ലാം നുണയാണെന്നും എൻ്റെ ജീവിതത്തിൽ ഇയാൾ പറയുന്നതൊന്നും നടന്നിട്ടില്ല എന്നെല്ലാം അമ്മ പറയുന്നുണ്ട്. ഇയാൾ ശുദ്ധ തട്ടിപ്പുകാരനാണെന്നും ഇയാളുടേത് വേപ്പുതാടിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ പ്രതാപൻ്റെ താടി ഇളക്കിയെടുക്കുന്നു. തുടർന്ന് ഭക്തരെല്ലാവരും ചേർന്ന് പ്രതാപനെ ശരിക്ക് കൈകാര്യം ചെയ്യുന്നു. ഇത് കാണുന്ന സുമേഷിനാണെങ്കിൽ അത് പ്രതാപനാണെന്ന് മനസ്സിലാക്കുകയും വേഗം തന്നെ വിവരം കണ്ണനെയും അനന്തുവിനെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം അനന്തുവിനോട് ആ പോയ ആൾ ഒരു വ്യാജ സന്യാസിയാണെന്നും ഒരമ്മയാണ് ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തന്നത് എന്നും ഭക്തരെല്ലാം അനന്തുവിനോട് പറയുന്നുണ്ട്. അതറിയുന്ന കണ്ണന് ഞാനും മഹിയും കാണുന്ന സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയാണോ അത് എന്നുള്ള ഒരു സംശയം തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇത്തവണയും പ്രതാപന് കണ്ണൻ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് ഒരു വിധത്തിൽ വീട്ടിലെത്തുന്ന പ്രതാപനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരികയാണ്. നീ ഇങ്ങനെ ഒരു മരമണ്ടനായി പോയല്ലോ പ്രതാപൻ, നീ എന്ത് കാര്യത്തിൻ്റെ പുറകെ പോയാലും തല്ലുകൊണ്ടാണല്ലോ വരുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനെ ചീത്ത വിളിക്കുകയാണ് മുത്തശ്ശി. മോഹിനിയാണെങ്കിൽ ഇതെല്ലാം മറഞ്ഞു നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. തുടർന്ന് ഇങ്ങേർക്കാരുടെയോ തല്ലുകൊണ്ട ലക്ഷണമുണ്ടല്ലോ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ പ്രതാപനും മുത്തശ്ശിക്കും മോഹിനിയുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോകുന്നു. കരണമോൾക്ക് ഇപ്പോൾ നല്ല സമയമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കരണമോൾക്ക് വേണ്ടി ഇവൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചെറുതായി ഒന്ന് വീണതാണെന്നെല്ലാം മുത്തശ്ശി മോഹിനിയോട് കള്ളം പറയുന്നു. എങ്കിലും കണ്ണൻമോൻ നടന്നു തുടങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ചില സംശയങ്ങളുണ്ടെന്നെല്ലാം അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മോഹിനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തിൽ കണ്ണനും മഹിയൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ നിൽക്കുന്ന കരുണയോട്, ഇനി വിളമ്പിത്തരാനായിട്ട് നിന്നോട് ആരെങ്കിലും പ്രത്യേകം പറയണോ എന്ന് മഹി ചോദിക്കുമ്പോൾ, ഞാൻ വിളമ്പിത്തരാം എന്ന് പറയുന്നുണ്ട് കരുണ. ഇത് കേട്ടുകൊണ്ട് ദുർഗയും ഉണ്ണിയും വരുന്നു. അങ്ങനെ കരുണ വിളമ്പി കൊടുക്കാൻ തുടങ്ങുന്നതും, വേണ്ട കരുണ മോളെ, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ, അത് സാരമില്ല അമ്മേ, ഞാൻ വിളമ്പി കൊടുത്തോളാം എന്ന് കരുണ പറയുന്നതും, എന്നാൽ പിന്നെ നീ അവൾക്ക് വാരി കൊടുക്കുക എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദുർഗ. തൽക്കാലം അത് വേണ്ട, പക്ഷെ വാരി തരാൻ പറഞ്ഞാൽ ഇവൾ വാരി തരുമെന്ന് മഹിയും പറയുന്നു. തുടർന്ന് എന്താടാ കണ്ണ ഇതിൻ്റെയൊക്കെ അർത്ഥം? നിൻ്റെ ഭാര്യയെപ്പോലെയല്ല, രാജകുമാരിയെപ്പോലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നവളെയാണ് നിൻ്റെ ഭാര്യ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അതിൻ്റെ കാരണമൊക്കെ എന്നായാലും നിങ്ങളറിയും. അന്ന് ഞങ്ങൾ ഇവളോട് ചെയ്യുന്നതിനൊക്കെ കുറഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇത് കേട്ട കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. തുടർന്ന് എന്നെ ഇങ്ങനെ തീറ്റിക്കുന്നത് അയാൾ ഒറ്റ ഒരുത്തനാണ്, എല്ലാം ഇവരോട് തുറന്നു പറഞ്ഞാലോ എന്നെല്ലാം കരുണയ്ക്ക്, വാമനാണ് എല്ലാത്തിൻ്റെയും പുറകിലെന്നെല്ലാം തുറന്നു പറഞ്ഞാലോ എന്നെല്ലാം ഇതേ സമയം കരുണയ്ക്ക് തോന്നിപ്പോകുന്നുണ്ട്. തുടർന്ന് കരുണയും അവരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനും മഹി പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മളറിയാത്തതായിട്ട് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അമ്മേ, കരുണ ഇപ്പോൾ എന്തിനേക്കെയോ ഭയപ്പെടുന്നുണ്ടെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, എനിക്കും അങ്ങനെ തന്നെയാണ് മോനെ തോന്നുന്നത്, പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാത്തതെന്നാണ് പറയുമ്പോൾ, അത് ഞാൻ ഉടനെ കണ്ടെത്തുമെന്ന് തന്നെ ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ കണ്ണൻ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സത്യം കണ്ടുപിടിക്കാനായിട്ട് അടുത്തൊരു പദ്ധതി ആലോചിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ കാശ് കൊടുത്ത് കണ്ണൻ്റെ പുറകെ പറഞ്ഞയക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ശേഷം പ്രതാപന് സംശയമുണ്ട് ഞാൻ നടന്നു തുടങ്ങിയോ ഇല്ലയോ എന്ന്. അതാണ് അയാൾ സന്യാസി വേഷം കെട്ടി അമ്പലത്തിലേക്ക് എത്തിയത്. ഒരമ്മയാണ് കൃത്യസമയത്തെത്തി പ്രതാപൻ്റെ കള്ളത്തരം പൊളിച്ചത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, അത് നമ്മുടെ തന്നെ അമ്മയാണല്ലോ എന്നാലോചിച്ച് മാർക്കോയ്ക്ക് ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ട്. എങ്കിൽ അവൻ്റെ സംശയം ഒന്ന് മാറ്റിയെടുക്കണം സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ പുറകെ വിടാനായിട്ട് ആ ഒരാളെ നേരിട്ട് കാണാനായിട്ട് ഒരു സ്ഥലത്ത് എത്തുന്നു. അപ്പോൾ അയാളെ കാത്ത് പ്രതാപൻ നിൽക്കുന്ന സമയത്താണ് പ്രതാപനെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോയാണ് കേട്ടോ വരുന്നത്. മാർക്കോയെ കാണുമ്പോൾ തന്നെ മുട്ടിടിക്കുന്നുണ്ട് പ്രതാപൻ്റെ. തുടർന്ന്
നീ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ പോവുകയല്ലേടാ. ഇതിനു മുൻപ് പലതവണ നിനക്ക് ഞാൻ വാണി തന്നത് വിട്ടതാണ്. കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിക്കുമെതിരെ എന്തെങ്കിലും നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പിന്നെ നീ ജീവനോടെ കാണില്ല എന്ന് പറയുമ്പോൾ അത് മാർക്കോ മോന് ഒരബദ്ധം പറ്റിയതാണെന്ന് പറയുന്നുണ്ട് പ്രതാപൻ. അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മാർക്കോ പ്രതാപനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൻ്റെ മോൾ അവിടെ കണ്ണൻ സാറിൻ്റെ വീട്ടിൽ കിടന്ന് നരകിക്കുകയാണ്. ഇനി അത് കണ്ണൻ സാറിൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയൊക്കെ അറിയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട മാർക്കോ, ഇത്തവണത്തേക്ക് കൂടി നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയുടെ കൈയും കാലും പിടിക്കുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണ എന്തിനാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ മുന്നിൽ ഇങ്ങനെ പത്തി താഴ്ത്തി നിൽക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുന്നു. മാത്രമല്ല അമ്മാവനുമായിട്ട് ഇവൾക്ക് എന്താണ് പൈസയുടെ ഇടപാട്, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണ് അമ്മാവൻ. അപ്പോൾ എന്തിനാണ് അമ്മാവൻ ഇവൾക്ക് പൈസ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. മിടുക്കുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള കരുണ വെല്ലുവിളിച്ചിരിക്കുന്നത് ഉണ്ണിയെ. അപ്പോൾ എങ്ങനെയെങ്കിലും അത് കണ്ടെത്താൻ തന്നെ ഉണ്ണി തീരുമാനിച്ചു നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്